നോക്കൂ, ഷെഡ്യൂൾഡ് ഒഫൻസ് SFIOയുടേതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ED ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ വളരെ ക്ലിയറാണ്. മുഖ്യമന്ത്രിയുടെ മകളെ തേടി വരും ED. ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും ആദ്യം വേട്ടപ്പട്ടിയെ പോലെ EDയെ വിടും, CBIയെ വിടും, ആദായ നികുതി വകുപ്പിനെ വിടും. അവർ പോയി അന്വേഷണം ആരംഭിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കുറച്ച് രേഖകൾ എടുത്തുകൊണ്ട് വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് BJPക്ക് കിട്ടിയത്. 41 അത്തരത്തിലുള്ള കമ്പനികളിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ 2471 കോടി രൂപയാണ് BJPയുടെ അക്കൗണ്ടിൽ വന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോയി പരിശോധന നടത്തിയതിന് ശേഷമാണ് അതിൽ 1691 രൂപ അക്കൗണ്ടിലേക്ക് BJP മാറിയെടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൃത്യമായി EDക്ക് PMLA ആക്ട് പ്രകാരം ഒരു കേസിൽ ഇടപെടണമെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ടേ പറ്റൂ. ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ട് ആ കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പണം കണ്ടെത്തി ആ പണം കള്ളപ്പണമാണ്, അത് വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ EDക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റൂ. ഇവിടെ സെക്ഷൻ 210 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിക്കുന്നു. 6 മാസമാണ് അതിന് സമയം നിശ്ചയിച്ചത്. ആ അന്വേഷണം ആരംഭിച്ചത് ജനുവരി മാസം 12-ാം തീയതിയാണ്. 18 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി മാസം 31-ന് സെക്ഷൻ 212 കമ്പനീസ് ആക്ട് പ്രകാരം SFIO അന്വേഷണം ഏറ്റെടുക്കുന്നു. അതിന് 8 മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് 2024 സെപ്റ്റംബർ 30-31 വരെ 8 മാസം കാലാവധി നിലനിൽക്കുകയാണ് അതിന്റെ അന്വേഷണം. ആ അന്വേഷണം തുടരുന്നതിന്റെ ഇടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ BJPക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഗവൺമെന്റുകളെയെല്ലാം ആശങ്കയിലാക്കാനും അതുപോലെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് ദുർബലപ്പെടുത്താനും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആ FSIO അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുപോയി ഒരു ECIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ആ അന്വേഷണം ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറയാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ED ഈ കേസിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കള്ളപ്പണം ഉണ്ട് എന്ന് കണ്ടെത്തുകയോ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ട് വരികയോ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രജിസ്റ്റർ ചെയ്ത ക്രൈമിനെ തുടർന്ന് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി കള്ളപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ EDക്ക് ഈ രാജ്യത്ത് നിയമപ്രകാരം PMLA ആക്ട് പ്രകാരം ഇടപെടാൻ കഴിയൂ. അത്തരത്തിലൊന്നും ഇല്ലാത്ത ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നോട്ട് പ്രചരണം ശക്തമായിട്ട് പോകുമ്പോൾ ECIR രജിസ്റ്റർ ചെയ്തു, ഇനി പല രൂപത്തിൽ ചോദ്യം ചെയ്യും, ഇടപെടും എന്നെല്ലാം വരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ കുടുക്കി ജയിലിലടച്ചതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഹേമന്ത് സോറൻ ജയിലിലാണ്. മറ്റു പല തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരിക്കുന്നു, വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. ഹൈക്കോടതി തന്നെ ചോദിച്ചു എന്തിനാണ് സമൻസ് എന്ന് ചോദിച്ച് സമൻസ് റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭയപ്പാടും Debate with MV Nikesh Kumar.